ഹായ് ഫ്രണ്ട്സ്, ഇന്നൊക്കെ കുറച്ച് വിരുന്നുകാരുണ്ട് കേട്ടോ. വേറെ ആരുമല്ല, എൻ്റെ അമ്മച്ചിയും പിന്നെ എൻ്റെ അനിയത്തിയും മക്കളും. ഓല ഉച്ചൻ്റെ മുമ്പാ വന്ന്. ഓല വന്നപ്പോൾ ഓൾക്ക് ചായയൊക്കെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മച്ചി അടുത്ത പോരെ പോയി ലേശം ചെടിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അമ്മച്ചിക്ക് നടാൻ. ഓല വന്ന പ്രമാണിച്ച് ഞാൻ മന്തി ഉണ്ടാക്കി. ഉച്ചയായപ്പോൾ അവർക്ക് കൊടുത്ത് എല്ലാവരും തിന്നങ്ങാൻ ഞങ്ങൾ അയൽവാസി ഷായിൻതാത്തിൻ്റെ പുരയിലേക്ക് പോകുക കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ എൻ്റെ അമ്മച്ചിയൊക്കെ വരലുള്ളൂ. അപ്പോൾ ഓല വന്നപ്പോൾ ഓല വീട്ടിലൊന്ന് പോകാൻ വിചാരിച്ച്. ഇതാണ് ഷായിൻതാത്തിൻ്റെ പുര. ഞങ്ങൾ അവിടേക്ക് കയറിയപ്പോൾ ഓല് കൊലയിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ കയറി കുറച്ച് നേരം ഓലോട് വർത്താനം പറഞ്ഞിരുന്നപ്പോൾ അമ്ലും മോളോസും ഉണ്ട് ഒരു ഞണ്ടിനെയൊക്കെ പിടിച്ചു വരുന്നു. അവിടെ അടുത്ത് തന്നെ ഒരു തോടുണ്ട്. കയ്യോണ്ട് കൊച്ചാണെങ്കിൽ ഞണ്ടിനെ കണ്ടിട്ട് വിട്ടാ നടക്കുന്നത്. അവന് പേടിയാകുക. ഇനിയും ഞണ്ടിനെ പിടിച്ചിരുന്നേ കാട്ടിത്തരാന്നും പറഞ്ഞ് അമ്ലു ഞങ്ങളെയും കൊണ്ട് തോടിൻ്റെ അടുത്തേക്ക് പോയി. ഇതാണ് ആ തോട്. നല്ലോണം ഞണ്ടുണ്ട് കേട്ടോ അതിൽ. തോനെ ഞണ്ടിനെ കിട്ടിയാൽ കൊണ്ടാകാൻ സ്വീപ്പാവെന്ന് വിചാരിച്ച് ഞണ്ടിനെ പിടിക്കൽ ഞങ്ങളായിട്ട് നിർത്തി. ഷാൻതാത്തിൻ്റെ അടുത്തുനിന്ന് കുറച്ച് വെള്ളവും കുടിച്ച് ഞങ്ങളായിരുന്നു പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വയലിലേക്ക് പോയി. ഇതാണ് പ്രകൃതി രമണീൻ്റെ സ്ഥലം. കുന്നുകളും വയലുകളും തോടുകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം കേട്ടോ അത്. ആ മലേൻ്റെ അപ്പുറത്തൊക്കെ വേറൊരു മല ഉണ്ട്. ഇതൊക്കെ കാണാൻ ഇവിടെ ദൂരത്തുനിന്ന് ആൾക്കാർ വരലുണ്ട്. കണ്ടില്ല അവിടെ ഒരു കാറ്. ഏതായാലും വന്ന സ്ഥിതിക്ക് വയലിൻ്റെ സൈഡിൽ വേറൊരു വലിയ തോടും കൂടി ഉണ്ട്. അവൻ കൂടി കാട്ടിത്തരാമെന്നും പറഞ്ഞ് ഓലെല്ലാവരും ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി. അമ്ലയാണെങ്കിൽ നേരത്തെ പിടിച്ച ഞണ്ടിനെയും കൊണ്ട് ഇവിടുന്ന് മൽപ്പെടുത്താം. ഇപ്പോൾ തുറന്നിടട്ടെ എന്നും പറഞ്ഞ് തുറക്കാൻ നോക്കി. പിന്നെ ഉണ്ടോ പറയുന്നു ഞാൻ അല്ലേ വേണ്ട, ഞാൻ കുറച്ച് അതിനോട് തുറന്നിട്ടോളാന്ന്. പിള്ളേരെന്തേ ആഗ്രഹം പറഞ്ഞ് നമ്മളത് സാധിച്ചു കൊടുക്കണ്ടേ. അതുകൊണ്ട് മോളോസ് സ്റ്റെപ്പുമ്മൽ ഇറങ്ങിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചു. തോട്ടിലധികം വെള്ളമൊന്നുമില്ല അതിന്, അതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത്. വയലിൽ നിന്ന് നല്ല കാറ്റൊക്കെ അടിച്ചപ്പോൾ അമ്ലു കുറച്ച് നേരം അവിടെ നിന്ന് ഷോ ഒക്കെ കാണിച്ച്. ഓനെന്നിട്ട് സൈഡിലേക്ക് പോയി നോക്കി. അവിടെ എന്തോന്നോ കണ്ടക്ക്. പോയി നോക്കുമ്പോൾ എന്താ ഒരു കുയ്യിൽ കുറച്ച് മീൻ. അന്നപ്പോൾ മോളൂസിനെയും കൂടി ആയിട്ട് വിളിച്ച് ഓക്കും കൂടി അത് കാണിച്ചു കൊടുത്തു. ഓൻ പിടിക്കാനൊക്കെ ഒരുങ്ങിയേനു. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. നമുക്ക് പിന്നെ ഒരു ദിവസം വരാതാണ്. കുറച്ച് നേരം കൂടി ആയിരുന്നു പ്രകൃതി രമണി ആസ്വദിച്ച് ഞങ്ങളെ വണ്ടിമേലും ഓലോ വണ്ടിമേലും കയറിയിട്ടോ. ഇനിയിപ്പോൾ പുരയിലേക്ക് പോകണം. അങ്ങനെ ഓല് ഞങ്ങളോട് യാത്ര പറഞ്ഞ ഓല വഹിക്കും, ഞങ്ങളെ വഹിക്കും തിരിച്ചിട്ടോ. ഓല് പോകുന്ന കണ്ടപ്പോൾ മോളൂസിന് ഭയങ്കര സങ്കടം. ഏതായാലും ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എന്നാൽ ശരി.